ഇന്നെന്തു പറ്റി ഫാത്തിമ? എന്നെ കണ്ടിട്ടും നീ കാണാത്ത ഭാവത്തിൽ ഇരിക്കുന്നതെന്തേ? അലിയാരുടെ ആകുലത നിറഞ്ഞ ചോദ്യത്തിന് ഫാത്തിമ ബീവിയിൽ നിന്നും മറുപടി ഉടനടിയെത്തി. ഞാൻ ഒരു വിരുന്നിന് പോകാൻ ഒരുങ്ങുകയാണ്. തൽക്കാലം നിങ്ങളെയും മക്കളെയും കൂടെ കൂട്ടാൻ എനിക്ക് നിർവാഹമില്ല. അതു കേട്ട പ്രിയ ഭർത്താവ് അലി തങ്ങൾ ചോദിച്ചു, പോകുന്നതൊക്കെ ശരി തന്നെ, പക്ഷേ നീ എപ്പോഴാണ് മടങ്ങി വരിക? അചഞ്ചലമായ സ്വരത്തിൽ ഫാത്തിമ ബീവിയുടെ മറുപടി വന്നു, കിയാമത്ത് നാൾ വരെ എനിക്കിനി മടങ്ങി വരാനാകില്ലായി. ആ വാക്കുകൾ കേട്ട് ഇടിവെട്ടേറ്റവനെപ്പോലെ അലി റളിയല്ലാഹു അൻഹു സ്തംഭിച്ചു നിന്നുപോയി. അന്ന് അലിതങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ പ്രിയ പത്നി ഫാത്തിമ ബീവി അത്യന്തം വേഗതയിൽ വീട്ടുജോലികൾ തീർക്കുന്ന തിരക്കിലായിരുന്നു. മക്കളെ കുളിപ്പിക്കുന്നു, അവർക്കായി ഭക്ഷണം പാകം ചെയ്യുന്നു. അവിടെയെല്ലാം ഓടിനടന്ന് പണിയെടുക്കുമ്പോഴും അകത്തേക്ക് കടന്നുവന്ന പ്രിയ ഭർത്താവിനെ കണ്ട ഭാവം പോലും അവർ നടിച്ചില്ല. അലിയാർ അത്ഭുതപ്പെട്ടു. ഇതിനു മുമ്പ് ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. തന്നെ കണ്ടാൽ സ്നേഹത്തോടെ ഓടിവരുന്ന പ്രിയതമയാണല്ലോ ഇത്. നടുക്കത്തോടെ അലിയാർ വീണ്ടും ചോദിച്ചു, ഫാത്തിമ, നീയെന്താണ് ഈ പറയുന്നത്? നിന്നോട് ആരാണ് ഇതെല്ലാം പറഞ്ഞത്? ഭർത്താവിന്റെ ആകുലതയോടെയുള്ള ചോദ്യം കേട്ട് നബിതിരുമേനിയുടെ ഓമനപുത്രിയും സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവുമായ ഫാത്തിമ ബീവി കണ്ടമിടറി കണ്ണുനീർ വാർത്തുകൊണ്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവനെ, എന്റെ ഉപ്പമുത്ത് നബി ഇന്ന് സ്വപ്നത്തിൽ വന്ന് എന്നോട് പറഞ്ഞു, നിന്നെ കാണാൻ കൊതിയായിട്ട് ഒരുപാട് കാലമായല്ലോ മോളെ, ഞാൻ നിനക്കായി കാത്തിരിക്കുകയാണ് എന്ന്. ഇതുകേട്ട അലി ഇബ്നു അബീതാലിബ് തകർന്നുപോയി. അദ്ദേഹവും ഫാത്തിമ ബീവിയും അണപൊട്ടിക്കരഞ്ഞു. ഫാത്തിമ ബീവി തന്റെ പ്രിയപുത്രന്മാരെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് ചുംബനങ്ങൾ നൽകി. ഹൃദയം നൊന്തുകൊണ്ട് അലിയാർ പറഞ്ഞു, ഫാത്തിമ, നീ ഉപ്പയുടെ അടുത്തേക്ക് പോകുമ്പോൾ എന്റെ സന്ദേശവും അറിയിക്കണം. എനിക്കും എത്രയും വേഗം അങ്ങോട്ട് വരാൻ ആഗ്രഹമുണ്ടെന്നും നമ്മിൽ നിന്ന് വല്ല തെറ്റുകുറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു തരണമെന്നും പറയണം. ഫാത്തിമ, നിന്റെ മഹത്വങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടാകില്ല, പക്ഷേ ഉപ്പയോട് എന്നെപ്പറ്റി പരാതി പറയരുതേ. ഭൂമി പോലും തേങ്ങുന്ന നിമിഷങ്ങൾ. അതെ, ആ ദിനം ഇന്നായിരുന്നു, റമളാൻ 3. പ്രവാചകന്റെ കരളിന്റെ കഷ്ണമായ വിശ്വാസികളുടെ മാതാവായ അഹ്ലുബൈത്തിന്റെ വലിയുമ്മയായ സ്വർഗീയാരാമങ്ങളിലെ രാജ്ഞിയായ ഫാത്തിമ ബീവി വിടവാങ്ങിയ ദിനം. ആ മഹദിയുടെ വിശേഷണങ്ങൾ പറഞ്ഞാലൊടുങ്ങാത്തതാണ്. ഫാത്തിമ ബീവിയുടെ ബർക്കത്ത് കൊണ്ട് നമുക്കെല്ലാം അല്ലാഹു സ്വർഗത്തിൽ ഒത്തുചേരാൻ തൗഫീക്ക് നൽകട്ടെ.